സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 139 സങ്കീർത്തനം. എല്ലാം കാണുന്ന ദൈവം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാംവിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങയ്ക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്! അവ എത്ര വിപുലമാണ്! ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവെ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ദൈവജനമേ, സങ്കീർത്തനം 139 അധ്യായം. നമ്മുടെ ആത്മാവിൻ്റെ അഗാധങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ സർവ്വവ്യാപകത്വത്തെയും സർവ്വജ്ഞാനത്തെയും വെളിപ്പെടുത്തുന്ന ഒരു ദിവ്യ സന്ദേശമാണ്. കർത്താവെ, അങ്ങ് എന്നെ ശോധന ചെയ്തു അറിയുന്നു എന്ന വചനം നാം എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നതിൻ്റെയും നമ്മുടെ ഓരോ ചലനവും അവിടുത്തെ ശ്രദ്ധയിലാണ് എന്നതിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ ചിന്തകൾ വിദൂരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ വഴികൾ അത്രയും അവിടുന്ന് നിരീക്ഷിക്കുന്നു. ഈ അറിവ് ഭയത്തേക്കാളേറെ ഒരു പിതാവിൻ്റെ കരുതലിൻ്റെ ആഴമായ ബോധ്യമാണ് നമുക്ക് നൽകേണ്ടത്. പാപം ചെയ്യുമ്പോൾ മാത്രമാണ്, പാപപ്രേരണകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആ സ്നേഹം എന്നെ വിട്ടുപോകുമോ എന്നുള്ള ഭയത്തിൽ നിന്ന്, ആ പാപാവസ്ഥയിൽ നിന്ന്
സർപ്പത്തിൻ്റെ എന്ന പോലെ നാം ഓടി അകലേണ്ടിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ദാവീദ് രാജാവ് തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരിടമില്ലെന്ന് തിരിച്ചറിയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂമിയിലെ ഏകാന്തതയിലായാലും യുദ്ധകളത്തിലെ തിരക്കുകളിലായാലും പാതാളത്തിൻ്റെ അന്ധകാരത്തിലായാലും പിതാവായ ദൈവത്തിൻ്റെ കരം തന്നെ താങ്ങുന്നുണ്ടെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിച്ചു. ഇത് കേവലം ഒരു കവിഭാവനയല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടലുകളിൽ അനുഭവിച്ചറിഞ്ഞ ഒരു ഭക്തൻ്റെ ആത്മീയ വിചിന്തനമാണ്. ഈ തിരിച്ചറിവ് സഹോദരങ്ങളെ അദ്ദേഹത്തിന് തൻ്റെ ഭരണകാലത്ത് നേരിട്ട വെല്ലുവിളികളെ അതിജീവിക്കാൻ കരുത്ത് പകരുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ഈ ലോകത്തിൽ ഈ സങ്കീർത്തന ഭാഗം 139 സങ്കീർത്തന ഭാഗം വളരെ പ്രസക്തമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക്സിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ കാലത്ത് നാം എപ്പോഴും നിരീക്ഷണത്തിലാണെന്ന തോന്നലുണ്ടെങ്കിലും പലപ്പോഴും നാം ആത്മീയമായി ഒറ്റപ്പെട്ടവരായി മാറുന്നു. ശരിയല്ലേ? സമൂഹ മാധ്യമങ്ങളിലെ ബന്ധങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളറിയുന്ന ഒരാളുണ്ടെന്ന തിരിച്ചറിവ് ആശ്വാസം പകരുന്നു. ഉദാഹരണത്തിന്, ഒരു വിദേശ രാജ്യത്ത് ജോലിയെടുക്കുന്ന മലയാളി യുവാവിനെ സങ്കല്പിക്കാം. തിരക്കിനിടയിൽ അവൻ്റെ ഏകാന്തതയിലും ഒരുപക്ഷെ തെറ്റായ വഴികളിലേക്ക് തിരിയാൻ പ്രലോഭിതനാകുമ്പോഴും, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണെങ്കിൽ, യുവതിയാണെങ്കിൽ പ്രലോഭിതയാകുമ്പോഴും, ഞാൻ എവിടേക്ക് പോയാലും അവിടുത്തെ ആത്മാവിൽ നിന്ന് എനിക്ക് ഓടിയൊളിക്കാൻ സാധിക്കുകയില്ല എന്ന വചനം നൽകുന്ന അറിവ് ആ വ്യക്തിക്ക് ഒരു വഴികാട്ടി ആയി മാറണം. നാം എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മിൽ നിന്ന് അകലുന്നില്ല എന്ന പൂർണ്ണ ബോധ്യം നമ്മെ തിന്മയിൽ നിന്ന് അകറ്റും. ഈ സങ്കീർത്തനത്തിലെ ദൈവിക അറിവും സാന്നിധ്യവും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ പൂർണ്ണത കൈവരിക്കുന്നു. യേശുവിൻ്റെ ജീവിതം ഈ സങ്കീർത്തനത്തിൻ്റെ ജീവനുള്ള വ്യാഖ്യാനമായിരുന്നു. അവിടുന്ന് പാപമറിയാത്തവനായിരുന്നിട്ടും പാപികളായ നിങ്ങളെയും എന്നെയും നമ്മെ തേടി വന്നു. യേശു നഥാനിയേലിനെ കണ്ടപ്പോൾ, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിമരത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് യോഹന്നാൻ 1:48 ഈ സർവജ്ഞാനത്തിൻ്റെ പ്രതിഫലനമാണ്. നമ്മളെ കർത്താവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഉരുവാക്കിയിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന മക്കളെയും ദൈവത്തിന് വേണ്ടി വളർത്താനാണ് തന്നിരിക്കുന്നത്. ആ ദൈവിക പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചരിക്കാം. അവിടുന്ന് നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് സഹതപിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് പാപബോധത്തോടെ വീണ്ടും ആ തെറ്റ് ചെയ്യില്ല ഒരിക്കലും എന്നുള്ള തീരുമാനമെടുത്ത് നമ്മുടെ പിതാവിൻ്റെ അടുക്കിലേക്ക് കരഞ്ഞുകൊണ്ട്, എന്നോട് ക്ഷമിക്കണമേ പിതാവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ആ പിതാവിൻ്റെ കാൽക്കൽ വീഴാൻ നാം തയ്യാറാകുന്നുണ്ടോ? സഹോദരങ്ങളെ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള കർത്താവാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തത്. നമ്മുടെ ഉദ്ധാരകനായ ദൈവപുത്രൻ തരുന്ന ഉറപ്പാണത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സങ്കീർത്തനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങളെ മനസ്സിലാക്കണമേ, എന്നിൽ ദോഷകരമായ വഴി വല്ലതുമുണ്ടോ എന്ന് നോക്കി നിത്യതയുടെ വഴിയിൽ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥന, എന്ന അഭ്യർത്ഥനയോടുള്ള പ്രാർത്ഥന അവസാന വിധി നേരിടാൻ നാം ആഗ്രഹിക്കുന്ന ഒരുക്കത്തിൻ്റെ മനോഭാവമായി മാറണം. ഈ ലോകത്തിൻ്റെ മായകളിൽ, മാനിപ്പുലേഷനിൽ, ഡിസീറ്റിൽ ഒക്കെ കുടുങ്ങിപ്പോകാതെ നമ്മുടെ ഹൃദയത്തെ നിരന്തരം വിശുദ്ധീകരിച്ച് ക്രിസ്തുവിനെ എതിരേൽക്കാൻ സന്നദ്ധരായി നിലകൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം. സഹോദരങ്ങളെ, വിശുദ്ധിയോടുകൂടിയല്ലാണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ആ വിശുദ്ധി ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക മനസ്സിൻ്റെ അവസ്ഥയാണ്. അഹങ്കാരമോ അസൂയയോ നാളത്തെ പറ്റിയുള്ള ഇൻസെക്യൂരിറ്റിയോ ആൻസൈറ്റിയോ ഒന്നുമില്ലാത്ത അവസ്ഥ. ആ നിഷ്കളങ്കമായ അവസ്ഥയാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവജനമേ, ഭയപ്പെടേണ്ട, തളരേണ്ട. നമ്മുടെ
ജീവൻ്റെ പുസ്തകത്തിൽ. ഓരോ ദിവസവും കുറിക്കുന്നതിന് മുമ്പ്, നമ്മുടെ അവയവങ്ങൾ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അറിഞ്ഞിരുന്നു എന്ന് തിരിച്ചറിയാം. ഈ തിരിച്ചറിവ്, വചനത്തിൽ നിന്ന് കിട്ടുന്ന ഈ തിരിച്ചറിവ് നമ്മിൽ ആത്മവിശ്വാസം നിറയ്ക്കണം. ദൈവത്തിൻ്റെ അദൃശ്യമായ കരവലയത്തിനുള്ളിലാണ് നാം ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുന്നത് ഓരോ നിമിഷവും. ആ സ്നേഹത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നിത്യതയുടെ വഴിയിൽ അവിടുന്ന് നമ്മെ കൈപിടിച്ച് നടത്തുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. സഹോദരങ്ങളെ, കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.